വീരഹനുമാൻ മെയ് 26 മുതൽ വൈകുന്നേരം 6 മണിക്ക്. ഹലോ മഹിമേ, മഹിമേ എഴുന്നേറ്റേ. എടോ ഇതെന്തോ ഉറക്കോടോ? ബൈക്കിൽ നിന്ന് വീഴാത്ത ഭാഗ്യോ? ഇത്ര പെട്ടെന്ന് കോളേജ് എത്തിയോ? ആ ബൈക്കിന്റെ പുറകിലിരുന്ന് ഇത്ര ഉറങ്ങിയാ മതി, ബാക്കി ക്ലാസ്സിൽ പോയി ഉറങ്ങി. ക്ലാസ് കഴിയുമ്പോ പിക്ക് ചെയ്യാൻ വരുമോ? അല്ല, വീട്ടിൽ നിന്ന് എനിക്കായിട്ടൊരു സ്കൂട്ടർ ഇല്ലേ, അതിൽ വന്നാ പോരായിരുന്നോ? അതെടുത്താ ഇതുപോലെ വക്കീലിന്റെ പുറകിലിരുന്ന് യാത്ര ചെയ്യുന്നതിന്റെ സുഖം കിട്ടോ? ആ അത് ശരിയാ, പക്ഷേ അതിന് മറ്റൊരു ഗുണം കൂടിയുണ്ട്. രണ്ടു വണ്ടിയിൽ പെട്രോൾ അടിക്കേണ്ട കാശ് ലാഭിക്കാലോ. ഞാൻ റൊമാൻറ്റിക് ആയിട്ടൊരു കാര്യം പറഞ്ഞ ഇങ്ങനെ ഒരു കാര്യം കണ്ടുപിടിക്കാൻ വക്കീലിന് മാത്രമേ പറ്റൂ. ഇനി അടിക്കില്ല. ഈ നാട്ടിൽ ആണുങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് എഴുതി എന്തും ചെയ്യാന്ന് വിചാരിക്കരുത്. ആളുകൾ കണ്ടു നിൽക്കുമ്പോ ഭർത്താവിനെ എങ്ങനെ അടിക്കാൻ പാടുണ്ടോ? അതൊക്കെ ആരും കാണാതെ ബെഡ്റൂമിൽ വെച്ച് മതി. അത് ശരി, അപ്പൊ അടിയിട്ട് നരുതി തീരുമാനമായല്ലേ? ഞങ്ങൾക്ക് വക്കീലിനോട് സഹതാപം തോന്നുന്നുണ്ട്. എന്തിനാ വക്കീൽ ഇവളെ കല്യാണം കഴിച്ചത്? തൊട്ടതിന് പിടിച്ചവനൊക്കെ എല്ലാവരും തല്ലും. കണ്ടോ കണ്ടോ, സാരമില്ലടോ, എനിക്കിപ്പോ കിട്ടി നല്ല ശീലമായി. അതുകൊണ്ട് പണ്ടത്തെ പോലെ വേദനയും തോന്നണില്ല. ചുമ തമാശ പറഞ്ഞല്ലോ. എനിക്ക് ചിരി വന്നില്ല. അല്ല, നിങ്ങൾ എന്ത് കാര്യത്തിന് ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഞങ്ങൾ റൊമാൻറ്റിക് ആയിട്ട് മിണ്ടിയും പറഞ്ഞു ഇരിക്കായിരുന്നു. നിന്റെ റൊമാൻസ് ഞങ്ങൾ കണ്ടതാണല്ലോ. അതിന്ന് വക്കീലിനെ രക്ഷിക്കാനാ ഞങ്ങൾ ഓടിയെത്തിയത്. അതുമാത്രമല്ല, ഇന്നൊരു വിശേഷപ്പെട്ട ദിവസം കൂടിയാണ്. ഇന്ന് നമ്മുടെ ജസ്റ്റിന്റെ പിറന്നാളാണ്. ഹാപ്പി ബർത്ത്ഡേ ജസ്റ്റിൻ. താങ്ക് യു. ചെലവെവിടെ? ആദ്യം ഒരു ഹാപ്പി ബർത്ത്ഡേങ്കിലും പറയടി. ഓ, ഹാപ്പി ബർത്ത്ഡേ. എത്രയും പെട്ടെന്ന് കേക്ക് ഓർഡർ ചെയ്യണം, എല്ലാരും ഷെയർ ഇടണം. വൈകിട്ട് ജസ്റ്റിന്റെ വക ചെറിയൊരു പാർട്ടി ഉണ്ട്, വക്കീല് കാണത്തില്ലേ? ഏയ് ഞാനില്ല, എന്റെ ഈ മാസം കോട്ട കഴിഞ്ഞിരിക്കുക. ശോ, കഷ്ടം തന്നെ. ഭർത്താവിനെ വരച്ച വരയിൽ നിർത്തിയിരിക്കുകയാണല്ലോ. എന്ത് കഷ്ടം. പുള്ളിക്കാരന്റെ ആരോഗ്യം പോവാതെ നോക്കേണ്ടതേ എന്റെ ഉത്തരവാദിത്തല്ലേ? അല്ല, നിനക്ക് ഇതുപോലുള്ള ദുശീലങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. ഇവന്മാരുടെ കൂടെ കൂടി നീ വഴി തെറ്റിയോ? ഈശ്വര, ഇവള് പറയുന്ന കേട്ടതൊന്നും ഞങ്ങൾ ഈ നാട്ടിലെ ആസ്ഥാന കുടിയന്മാരാണ്. വല്ലോ ആഘോഷങ്ങൾ ഉണ്ടാകുമ്പോഴേ ഒരു പെഗ് ഞങ്ങൾ അടിക്കും. അവനെ ഇങ്ങനൊന്നും കാണരുത്, ഇതൊരു വൈബായിട്ട് കണ്ടാ മതി. പിന്നെ ഇവൻ നിർബന്ധിച്ചതുകൊണ്ടാ ഇവനെ ബാറിൽ കൊണ്ടുവന്ന് ഞാൻ ഏറ്റത്. ഇവന്റെ പിറന്നാളായിട്ട് ഒരാഗ്രഹം പറഞ്ഞിട്ട് നമ്മൾ നടത്തി കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ? പിന്നെ ഒറ്റയ്ക്ക് അടിക്കുന്നതിനൊക്കെ നല്ലത് ഞങ്ങളെ പോലെ കുറച്ച് സീനിയോറിറ്റി ഉള്ളവരുടെ നിരീക്ഷണത്തെ അടിക്കുന്നതല്ലേ? കൊള്ളാം, നല്ല കൂട്ടുകെട്ട്. നിന്റെ അമ്മച്ചി നിന്നെ കോളേജിൽ ചേർക്കാൻ വന്നപ്പോഴേ ചീത്ത കൂട്ടുകെട്ടിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പറഞ്ഞില്ലേ? ആ, ഇവന്മാരൊക്കെയാ നിന്റെ ചീത്ത കൂട്ടുകെട്ട്. ഓ, ഞങ്ങളൊക്കെ ഇപ്പൊ വലിയ മോശക്കാര്. വക്കീല് കോളേജിൽ പഠിച്ചോണ്ടിരുന്നപ്പോ കുടിക്കാറില്ലേ? ഞാൻ അങ്ങനെ കുടിക്കുന്ന ഒരാളൊന്നും അല്ല. ആ ഞാനേ ഇപ്പോഴാ ഓർത്തത്, ഇന്നൊരു പ്രധാനപ്പെട്ട കേസുള്ളതാ, എനിക്ക് കുറെ പ്രിപ്പയർ ഉള്ളതാ. എന്ന് ഞാൻ പോട്ടെ. വക്കീല് ജീവനം കൊണ്ട് ഓടിയതാ. ഒന്ന് പോടാ. നടക്ക്.